സ്വത്ത് വിഭജനം നടത്തുന്നതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭൂമി എന്ന സ്വത്ത് ഇഷ്ടദാനമായോ ദാനമായോ ഭാഗ ഉടമ്പടിയായോ വിൽപത്രമായോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൈമാറാം. വിൽപത്രം അവകാശികൾ അല്ലാത്തവരുടെ പേരിലും എഴുതി വെക്കാം. നമ്മുടെ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ ആർക്ക് വേണമെങ്കിലും നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. എഴുതി വെച്ച ആളുടെ മരണശേഷം മാത്രമേ വിൽപത്രം പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഇത്തരം കൈമാറ്റങ്ങൾ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയാൽ നമുക്ക് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനാകും. ആദ്യമായി വസ്തുവിന്റെ വിസ്തീർണത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം. ആധാരത്തിൽ ഒരളവ്, കൈവശത്തിൽ വേറൊരളവ്, കരമടച്ച രസീതിൽ മറ്റൊരളവ്, ഇങ്ങനെ പൊരുത്തക്കേടുകൾ വന്നാൽ അതിന്റെ കാരണം കണ്ടെത്തി അപാകതകൾ പരിഹരിക്കേണ്ടതുണ്ട്. 2. വസ്തുവിന് കൃത്യമായിട്ടുള്ള അതിർത്തി ഉണ്ടായിരിക്കണം. ഇത് ഒരു പരിധിവരെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. 3. ചെയ്യേണ്ടത് ലൈസൻസ് ഉള്ള ഒരു പ്രൈവറ്റ് സർവേയർ സ്ഥലം അളന്ന് തയ്യാറാക്കിയ സ്കെച്ച് കൈവശം ഉണ്ടായിരിക്കണം. സ്കെച്ചിലെ വിവരങ്ങൾ കരമടച്ച രസീതിലെയും ആധാരത്തിലെയും വിവരങ്ങളുമായി ഒത്തുപോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്ഥലത്തിന്റെ സ്കെച്ചും കൂടി ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്നത് സുരക്ഷിതമാണ്. വഴിക്ക് വേണ്ടിയും സ്വന്തം സ്ഥലത്തിന്റെ ഗുണപരമായ ഉപയോഗത്തിന് വേണ്ടിയും മറ്റുള്ളവരിൽ നിന്ന് ചെറിയ വിസ്തീർണം സ്ഥലം വാങ്ങുമ്പോൾ രജിസ്റ്റർ ചെയ്ത് തന്നെ വാങ്ങണം. വാക്കാൽ പറഞ്ഞോ എഗ്രിമെന്റ് ചെയ്യുകയോ ചെയ്യുന്നത് ഭാവിയിൽ പല വലിയ ദോഷങ്ങളും ചെയ്തേക്കാം. നമ്മുടെ സ്ഥലത്തിന്റെ സ്കെച്ച് വില്ലേജ് ഓഫീസുകളിലുള്ള റെക്കോർഡിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ഫോം 8 ഭൂരേഖ, തഹസിൽദാർക്ക് ആധാരം, കരമടച്ച രസീത്, കൈവശമുള്ള സ്കെച്ച് എന്നിവ സഹിതം അപേക്ഷ നൽകി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഭൂ ഉടമയുടെ കൈവശം ഉടമസ്ഥാവകാശ രേഖയുടെ ഒറിജിനൽ കോപ്പി ഉണ്ടായിരിക്കണം. മുൻ ആധാരത്തിന്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്ത് സൂക്ഷിക്കണം. ഓരോ വർഷവും ഭൂമിയുടെ കരമടച്ച രസീതും കെട്ടിടനികുതി അടച്ച രസീതും നഷ്ടപ്പെടാതെ ക്രമമായി സൂക്ഷിച്ചെടുക്കണം. ഭൂമിയുടെ കരമടയ്ക്കുന്നത് വസ്തു ഉടമയുടെ പേരിൽ അല്ലെങ്കിൽ പോക്കുവരവ് നടപടിക്രമങ്ങൾ നടത്തി വസ്തു സ്വന്തം പേരിൽ 2 പേർ പിടിച്ച് കരമടയ്ക്കണം. Please subscribe, share, comment and support. Thank you.